ഇന്ന് പല ആൾക്കാരും ഒരു ടെൻഷൻ്റെ ഒരു കാര്യമാണ് ജോലിയില്ല, വരുമാനമില്ല എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കുറേ ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ജോലി ഇല്ലാതെ വിഷമിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചില ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പം അതിൻ്റെ ഒരു റീസൺ ഒക്കെ ചോദിക്കുമ്പോൾ അവർ പല സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവർ വിചാരിച്ച രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കിട്ടുന്നുണ്ട്, പക്ഷെ അവർ വിചാരിച്ച രീതിയിൽ സാലറി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പഠിച്ച ജോലി തന്നെ നമുക്ക് അതേ രീതിയിൽ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മൾ ഫസ്റ്റ് വേണ്ടത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ആ പഠിച്ച ഒരു ഇതിനുള്ള സാലറി ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും അങ്ങനെ മാറി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പഠിച്ചതിനുള്ള സാലറി എനിക്ക് അതിലില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾക്ക് ആ ഒരു സാലറി ഒന്നും കിട്ടൂല എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, എത്ര പഠിച്ചിട്ടും കാര്യമില്ല, എക്സ്പീരിയൻസ് എന്നൊരു സാധനം ഉണ്ട്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എങ്ങനെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ഏതൊരു ജോബിലാണെന്നുണ്ടെങ്കിലും ഏത് നിസ്സാര ജോബിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, അത് എക്സ്പീരിയൻസ് ആക്കി എടുക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുക എന്നുണ്ട്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് പ്രാക്ടിക്കൽ ആക്കണം. പഠിച്ചതിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടിക്കലായിട്ട് വർക്കൗട്ട് ആക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മളതിൽ കുറച്ചും കൂടെ അതിലുള്ളൊരു നോളേജ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോളേജ് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് വേറൊരു സ്ഥാപനത്തിലൊക്കെ നമുക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളും ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളല്ലേ സെലക്ട് ചെയ്യുള്ളൂ. കാരണം ഒരു ഫ്രഷ് ആയിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു പഠിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ, അയാൾ വർക്കൗട്ട് ആക്കിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, എന്തോ ആയിക്കോട്ടെ നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോവുക എന്നുള്ളതാണ്. ആദ്യം ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും, എന്നാലും എപ്പോഴും ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ. ഫസ്റ്റ് ടൈമിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് മാർക്കറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ. അതിന് ആദ്യം നമ്മൾ കിട്ടുന്നത് നിങ്ങൾ കുറഞ്ഞ സാലറി ആണോ, അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരു ഹൈ പൊസിഷനിലുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ അവിടെ ഉള്ളൊരു ആംബിയൻസ് ഒക്കെ എങ്ങനെയാണ് നോക്കിയിട്ടൊന്നുമല്ല. നമ്മൾ ആദ്യം എക്സ്പീരിയൻസ് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾ വിചാരിച്ച ജോലി അല്ലെങ്കിൽ വിചാരിച്ച ഇതിൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതല്ല, കിട്ടിയതിനെ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കണം. അതിനെ നിങ്ങളതാക്കിയിട്ട് അതൊന്ന് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് അച്ചീവ്മെൻറ്റ്സ് നേടിയെടുക്കാനും അതുപോലെ ഒരു ഹൈ പൊസിഷനിൽ എത്താനും നോക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഞാൻ പഠിച്ചത് ഇത്ര സാലറിയിൽ ഞാൻ കയറുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്ക് എന്നും പരാജയമാവും. നിങ്ങൾ വെറുതെ നിങ്ങളൊരു വർഷം അങ്ങനെ കഴിഞ്ഞ് പോകും എന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കിട്ടിയതിനെ എന്ത് ചെയ്യുക, നിങ്ങളതാക്കാൻ ശ്രമിക്കുക, അതിനെ മാക്സിമം യൂസ്ഫുൾ ആക്കുക, വർക്കൗട്ട് ആക്കുക. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കനും കൂടെ അമർത്തുക. പിന്നെ നിങ്ങളെ കമൻസുകളൊക്കെ അറിയിക്കുക.